ഈശ്വരകൃഷ്ണൻ നിറഞ്ഞവരെ, ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചത് വിശുദ്ധ പൗലോസിലെ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വാചകങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ യുവസഹജമായ മോഹങ്ങളിൽ നിന്നും ഓടിയകലണം. എന്നിട്ട് എന്ത് ചെയ്യണം? പരിശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ചേർന്ന് നീതി, സമാധാനം, വിശ്വാസം എന്നിവയിൽ നീ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഇടവരണം എന്ന് തിമോത്തിയോസിന് ഉപദേശിക്കുകയാണ് പൗലോസിലെ. എന്നിട്ട് പറയുകയാണ്, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്, അത് കലഹത്തിനെ ഇടയാക്കൂ എന്ന് നിനക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുതെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലേഖനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ നല്ല ചില പോയിന്റുകൾ പൗലോസിലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യുവസഹജമായ മോഹങ്ങളിൽ നിന്നും ഓടിയകലണം. മോഹം എന്ന് പറയുന്ന ഒരു മൂലഭാവത്തിൽ നിന്നും ഓടിയകലണം എന്ന് തന്നെയാണ് പൗലോസിലെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പൗലോസിലെ പറയുകയാണ്, ചില പുണ്യങ്ങളിൽ വളരാനായിട്ട് നീ ശ്രദ്ധ കാണിക്കണം. അതായത് വിശ്വാസം, സ്നേഹം എന്ന് പറയുന്ന പുണ്യങ്ങളിലൊക്കെ വളരാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് പറയുകയാണ്, മൂഢവും ബാലിശ്യവുമായിട്ടുള്ള വാദപ്രതിവാദങ്ങളുണ്ട്. അതായത് കലഹങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പൗലോസിലെ പറയുകയാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്